എല്ലാവരിലും നല്ലതുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും തള്ളിക്കളയരുത്. ഒന്നിനെയും നമ്മൾ ഒരു ജഡ്ജ്മെന്റൽ സ്പിരിറ്റിൽ ന്യായം വിധിക്കുന്ന ന്യായാധിപൻ എന്നുള്ള രീതി നമ്മൾ കാണരുത്. പക്ഷേ എല്ലാറ്റിലും നമ്മൾ പഠിക്കണം. ഞാൻ എന്ന വ്യക്തി വളരണം. ഞാൻ എന്ന വ്യക്തി ഉത്തരവാദിത്തമുള്ളവനാകണം. ഞാൻ എന്ന വ്യക്തി alone have to stand before the judgment seat. ഞാൻ തന്നെത്താൻ ദൈവത്തിന്റെ ന്യായാധിപ സ്ഥാനത്തിന് മുൻപേ നിൽക്കേണ്ടതാകുന്നു. എൻ്റെ ഭാര്യയും പിള്ളേരും കൂട്ടുകാരും കപ്പിയാരും ഒന്നും വരത്തില്ല. നേരം യു ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട്. ഞാൻ കൊടുക്കണം. അതിന് സന്നദ്ധരാണോ? അതിനൊരുക്കമുണ്ടോ? അതിനൊരുക്കത്തോടെ ഉള്ള ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. അപ്പോ ജീവിക്കുക എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും പഠിക്കുന്നവരായി. ഓൾവേസ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹൗ ബെറ്റർ ക്യാൻ ഐ ഡു ഇറ്റ്? അത് ഞാനിങ്ങനെ എനിക്ക് അറിയത്തുള്ളൂ, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയും കാലമായിട്ട് ഞാനിങ്ങനെ ചെയ്തു. അതുകൊണ്ടെന്താ? there is always a better way to do things. കുർബാന നടത്തുവാണെങ്കിലും പാട്ടിൽ കൊയറിലാണെങ്കിലും ഒരു വേദഭാഗം വായിക്കുവാൻ എനിക്ക് തന്നാലും whatever is given to me, എനിക്ക് എന്ത് തന്നാലും എൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഞാനത് ദൈവത്തിന്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനൊക്കും, നന്നായിട്ട് ചെയ്യാനൊക്കും, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിലും എത്ര നന്നായിട്ട് ചെയ്യാനൊക്കും, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ എപ്പോഴും പുതുമേഖലകളെ കണ്ടുപിടിക്കുക, പുതിയ രീതികൾ കണ്ടുപിടിക്കുക, നവീനത ഉണ്ടാകുക, പുതുക്കം ഉണ്ടാകുക. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്.